ഭീമ ജ്വൽസ് മനസ്സിലൊരു മഴവില്ലിൽ ഇന്നത്തെ നമ്മുടെ അതിഥി. നമ്മളൊക്കെ സിനിമയിൽ എപ്പോഴും നെഗറ്റീവായിട്ട് കാണുന്ന ഒരു പാവം വില്ലൻ ആരായിരിക്കും? ഇപ്പോൾ ഒരു സിനിമയൊക്കെ സംവിധാനം ചെയ്ത് ആ പടം വളരെ നല്ലൊരു സിനിമയാണ്, അതിതാ നമ്മുടെ മുമ്പിൽ ഓടിക്കൊണ്ടേയിരിക്കുന്നു. ചിത്രം സംവിധാനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട വില്ലൻ ബൈജു എഴുപുനയും ഭാര്യ റീനിയും. നമുക്കവരെ സ്വാഗതം ചെയ്യാം. ബൈജു, വലിയ സന്തോഷത്തിലാണോ സങ്കടത്തിലാണോ? സന്തോഷമുണ്ട്, അതേപോലെ കുറെ ടെൻഷനുണ്ട്, കുറച്ച് സങ്കടമുണ്ട്, എല്ലാം കൂടെ മിക്സഡ് ആയിട്ടിരിക്കുകയാണ്. ബൈജു പൊതുവെ വീട്ടിൽ സീരിയസ് കക്ഷിയാണോ അതോ ജോവിയലാണോ? സീരിയസ് ഒന്നുമില്ല. അല്ല, ഇത് അറിഞ്ഞിട്ട് വേണം എനിക്ക് എന്തെങ്കിലുമൊക്കെ തമാശ പറയാം. നമ്മൾ കാണുന്ന ബൈജു എപ്പോഴും ഒരു വില്ലനായിട്ട് കാണുന്ന ബൈജു വേണ്ട വല്ല തമാശയൊക്കെ പറയുമ്പോൾ എനിക്ക് പേടിയാണ്. ഇനി അത് സീരിയസ് ആയി പോവോ? ഇല്ല, ഞാൻ സീരിയസ് ആയിട്ട് നടക്കാറില്ല. ഞാൻ എൻ്റെ ഒരു എന്താ പറയുക, സിനിമയിൽ അങ്ങനെ ഒരു വില്ലൻ കഥാപാത്രം കിട്ടിയെന്ന് പോലും ഞാൻ അല്ലാതെ നടക്കുമ്പോഴൊക്കെ. പക്ഷെ എൻ്റെ രൂപത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇവൻ കൂടുതൽ സീരിയസിനേക്കാൾ കൂടുതൽ ഇവനൊരു ജാടയാണോ എന്നുള്ള തോന്നും, പിന്നെ സീരിയസ് ആണോ എന്ന് തോന്നും. ഞാൻ സീരിയസ് അല്ല. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സിനിമയിലെ എല്ലാ വില്ലന്മാരുടെയും ഭാര്യമാരെന്താ ഇത്രയും സുന്ദരികളായിരിക്കുന്നേ? ഹീറോസിന്റെ ഭാര്യമാരൊന്നും അത്ര നല്ലതുമല്ല. ശരിക്കും വില്ലന്മാരുടെ ഭാര്യമാരെല്ലാം കാരണം വെച്ചാൽ നായകന്മാർക്ക് എപ്പോഴും നായകന്മാരെ കിട്ടും, വില്ലന്മാർക്ക് നായകന്മാരെ കിട്ടത്തില്ല. പക്ഷെ നിങ്ങൾക്കല്ലേ ഏറ്റവും നല്ല പെൺകുട്ടിയാണ് കിട്ടുന്നത്. എങ്ങനെ? എത്ര നല്ല നോക്കൂ, ഓരോ വില്ലന്മാരുടെയും ഭാര്യമാരുടെ. അതാ ഞാൻ പറഞ്ഞു, അതായത് നായകന്മാർക്ക് സിനിമയിൽ ഒരുപാട് വെറൈറ്റി ഓഫ് നായകന്മാർ ഓരോരോ സിനിമയിൽ. ജീവിതത്തിലെങ്കിലും ഒരു നല്ലൊരു നായകനെ തിരഞ്ഞെടുക്കണം. ദൈവം തന്നതാണ്, ദൈവം തന്നാണ്. അതെ അതെ, തീർച്ചയായിട്ടും. ചിലപ്പോ എന്താ അറിയോ, റിയൽ ലൈഫിൽ നിങ്ങളായിരിക്കും ഹീറോ, അങ്ങനെ അവരായിരിക്കും വില്ലന്മാര്. അല്ല, അങ്ങനെ പറയില്ല. അങ്ങനെ വില്ലന്മാര് അവരും വില്ലനിൽ നിന്ന് കയറി വന്നിട്ടുള്ള നായകന്മാര് ഇപ്പൊ നിൽക്കുന്ന രണ്ട് സൂപ്പർ സ്റ്റാർസുകളാണെങ്കിലും നമ്മള് സൂപ്പർ സ്റ്റാർസിനെ മാത്രമല്ല ഉദ്ദേശിച്ചത്, പൊതുവെയുള്ള നായകന്മാരെ ഉദ്ദേശിച്ചത്. ഇനിയിപ്പൊ എന്നെ ഇങ്ങനെ വളച്ചടിച്ച് അതിലേക്ക് തീർച്ചയായിട്ടും എൻ്റെ ഭാര്യ സുന്ദരിയാണെന്ന് എനിക്ക് അറിയാൻ നന്നായിട്ട്. എന്നെ മനസ്സിലാക്കുന്ന ഒരു ഭാര്യനെ എനിക്ക് കിട്ടി എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 21 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ ഞാനൊന്നും ആയിട്ടില്ല. കാരണം അങ്ങനെയുള്ളപ്പോൾ വലിയൊരു ബിസിനസ് ഫാമിലിയിൽ നിന്ന് വന്നത്, എൻ്റെ ഫാദർ ആണെങ്കിൽ വലിയ അങ്ങനെ ഒരു ബിസിനസ് ലൈനിൽ നിൽക്കുന്നത്. അപ്പോൾ വലിയൊരു ബിസിനസ് ഫാമിലിയിൽ നിന്ന് വരുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ ഒരു നടനെ ആയിരിക്കില്ല, വേറെ ബിസിനസ്സും കാര്യങ്ങളും. അപ്പോൾ ഞാനിതിനൊന്നും പോകാണ്ട് സിനിമ 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 എന്ന് പറഞ്ഞ് മാത്രം നിൽക്കുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതാണ് എൻ്റെ ഭാര്യ. അതിൽ എനിക്ക് ഏറ്റവും വലിയ അത് ദൈവത്തിന്റെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. വിവാഹം കഴിക്കുമ്പോഴേ ബൈജു ഇൻഡസ്ട്രിയിലുണ്ടായിരുന്നു? അറിയത്തില്ല, ഞാനൊരു ആക്ടറാണെന്നുള്ളത് പറഞ്ഞില്ലേ? ഇല്ല, ഞാൻ അല്ല. അവർക്ക് സിനിമയൊന്നും കണ്ടിട്ടില്ലേ? കണ്ടില്ലായിരുന്നു. ഞാൻ അങ്ങനെ ഫിലിമൊന്നും കാണില്ലായിരുന്നു, വീട്ടിലങ്ങനെ സമ്മതിക്കും. അതെയോ? സിനിമ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. എൻ്റെ അളിയന്മാരൊക്കെയാണെങ്കിലും അങ്ങനെ ആ ഒരു സിനിമയൊന്നും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ അവർ അന്വേഷിച്ചപ്പോൾ ഞാൻ സിനിമയിലൊക്കെ ഉള്ള കാര്യം അറിയാമായിരുന്നു. അപ്പൊ കല്യാണം ആലോചിച്ചപ്പോ വീട്ടിലുള്ളവർ പറഞ്ഞില്ലേ ഇങ്ങനെ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആളാണ്? പറഞ്ഞില്ല. എന്നിട്ട് സ്വയം അറിഞ്ഞപ്പോ എന്ത് തോന്നി? നല്ലതാന്ന് തോന്നിയോ അതോ ഇഷ്ടമല്ലേ? സിനിമ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. ഇപ്പൊ ഇഷ്ടമാണ്. നേരത്തെ അങ്ങനെ സിനിമയൊന്നും കാണില്ല, അങ്ങനെ വലിയ ക്രൈസ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് കാണാൻ തുടങ്ങി. എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ നെഗറ്റീവ് റോൾസ് മാത്രം ചെയ്യണ്ട, പോസിറ്റീവ് റോൾസും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറയാറില്ല ഞാൻ അങ്ങനെ. സിനിമ കാണാറുണ്ടോ ബൈജുന്റെ? എല്ലാ സിനിമയും? എല്ലാം ഒന്നും കാണില്ല, പൊതുവെ നല്ല ഒരു ഇതൊക്കെ. ഏത് സിനിമ ഇഷ്ടമായിട്ട് തോന്നിയിട്ടില്ല ബൈജു ചെയ്തത്? ട്രാഫിക്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, ഇവിടം സ്വർഗമാണ് അല്ലേ? ഹ്യൂമർ ടൈപ്പ് അല്ലേ? അതും നന്നായിരുന്നു. അപ്പൊ ഈ വിഷമം തോന്നുന്നു ഇങ്ങനെ സിനിമയിൽ ഇത്രയും വർഷം നിന്നിട്ടും ഒരു നല്ല പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ബൈജുവിന് കിട്ടിയിട്ടില്ലല്ലോ എന്ന് വിഷമം തോന്നുമായിരുന്നു. അത് മക്കൾക്കാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ അങ്ങനെ ഒരു വിഷമം മക്കൾക്ക് ഉണ്ടായിരുന്നു. കാര്യം എത്ര കുട്ടിയാണ്? 2 കുട്ടികൾ. 2 കുട്ടിയാണോ? ഒരു പെൺകുട്ടി, ഒരു ആൺകുട്ടി. മോള് +2 പഠിക്കുന്നു, മോൻ 5th പഠിക്കുന്നു.
അവരൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു എന്താ പറയുക, ഇവരെല്ലാവരും വിഷമം മാറ്റാൻ വേണ്ടിയിട്ടാണ് KQ എന്നുള്ള സിനിമയിൽ വന്നിരിക്കുന്നത്. അതിപ്പോൾ ജനം ഏറ്റെടുത്തു, അതിൽ അഭിപ്രായമുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ബൻസീർ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തിന് ബൈജു എഴുതുന്ന, അല്ലെങ്കിൽ എൻ്റെ കഥ എഴുതിയപ്പോഴും ഞാൻ എങ്ങനെയൊക്കെ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്താണ് എങ്ങനെയാണ് ഞാൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ബൻസീറിനെ അങ്ങനെ തന്നെയാണ് ഞാൻ അതിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ അത് ഓഡിയൻസിന് ഭയങ്കരമായിട്ട് ആ ബൻസീറിനെ ഇഷ്ടപ്പെട്ടു, ആ സിനിമ ഇഷ്ടപ്പെട്ടു, അഭിപ്രായത്തിൽ നല്ലത്. അതപ്പോൾ ഞാൻ 23 വർഷം കാത്തിരുന്നത്. ഇപ്പം ഞാൻ എൻ്റെ വേറെ ഒരു ബിസിനസ്സിനും പോയിട്ടില്ല. എനിക്ക് എൻ്റെ ഫാദർ ലോൻ്റെ കൂടെ ബിസിനസ് ചെയ്യാം, എൻ്റെ ഫാദറിൻ്റെ കൂടെ ബിസിനസ് ചെയ്യാം. അവരൊക്കെ വിളിക്കുമ്പോഴൊക്കെ ഞാൻ സിനിമ എന്ന് പറഞ്ഞ് മാത്രമേ പോയിട്ടുള്ളൂ. അതിന് പകരം ഞാൻ അന്ന് പോയിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ചിലപ്പോൾ ഇവിടെ വന്നിരിക്കാനോ അല്ലെങ്കിൽ എൻ്റെ ഈ KQ എന്നുള്ള സിനിമ സംവിധാനം ചെയ്യാനോ അതിനകത്തൊരു വൺ ഓഫ് ദ ഹീറോയിൽ ഒരു ഹീറോ ആയിട്ട് അഭിനയിക്കാനോ ചിലപ്പോൾ പറ്റില്ല എന്നിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് കാത്തിരുന്നാലും അതൊരു ലക്ഷ്യം അത് തന്നെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് അത് വർഷങ്ങളായാലും എത്തിച്ചേരും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു തെളിവാണ്, അതിൻ്റെ ഒരു ഭാഗ്യമാണ് ദൈവം തന്ന KQ എന്നുള്ള ഈ കഥാപാത്രവും ഈ സംവിധാനവും. റീനിയാണ് പ്രൊഡ്യൂസർ അല്ലേ? റീനി ഒരു പ്രൊഡ്യൂസറാണ്, പിന്നെ ഷാജി ശിവദാസൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്രൊഡ്യൂസറാണ്. രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു പ്രൊഡ്യൂസറുടെ ബുദ്ധിമുട്ട് അനുഭവിച്ചോ ഈ സിനിമയിൽ? അങ്ങനെ ലൊക്കേഷനിൽ പോയിട്ടുണ്ടായിരുന്നു? ഇല്ല, അധികം പോയല്ല, 2-3 പ്രാവശ്യമൊക്കെ പോയി. ബൈജു അത് കൂടുതലും സൈൻ ചെയ്യുന്ന പ്രൊഡ്യൂസർ മാത്രമായിരുന്നു. സൈൻ ചെയ്യുന്ന പ്രൊഡ്യൂസർ. അല്ല, ഞാൻ പറയുമായിരുന്നു. കാര്യം എന്താ വെച്ചാൽ ഒരു പ്രൊഡ്യൂസർ ആണെങ്കിൽ എല്ലാം അറിഞ്ഞിരിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനകത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സെറ്റിൽ പോയാലേ അറിയുള്ളൂ പ്രൊഡ്യൂസർക്ക് എങ്ങനെയാണ് അല്ലേ. അതെ, തീർച്ചയായിട്ടും. എത്രമാത്രം വേസ്റ്റ് ആവുന്നുണ്ടെന്നായിരിക്കും ഒരു പ്രൊഡ്യൂസർ ആദ്യം അവിടെ മനസ്സിലാക്കുന്നത്. എന്തുമാത്രം നമ്മുടെ പൈസ കളയുന്നുണ്ട് എന്നുള്ളത്. നമുക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബൈജു ഡയറക്ടർ ആയതുകൊണ്ട് ചിലപ്പോൾ അതിനൊരു കുറവ് വരുന്നുണ്ടായിരിക്കും. അല്ല, ശരിയാണ്. ഒരു ഡയറക്ടർക്ക് ഒരു കോസ്റ്റ് ശരിക്കും നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ഒരു ജിപ്പുള്ള ഒരു ഷോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സീനിൽ മാത്രമായിട്ട് പിറ്റേ ദിവസത്തേക്കും വേണമെങ്കിൽ റെന്റിന് വെക്കേണ്ട കാര്യം ഒരു 15,000 പ്ലസ് അവരുടെ ബാറ്റും കാര്യങ്ങളെല്ലാം വന്നു കഴിയുമ്പോൾ, അല്ല ഞാൻ അത് ഒരു ഉദാഹരണം പറയാണ്. അതുപോലെ നമുക്ക് ഏത് ഷോട്ടിനാണ് ഏത് സീനിൽ എന്തെങ്കിലും ആവശ്യമെങ്കിൽ ആ ദിവസം മാത്രം നമുക്ക് വിളിച്ചാൽ മതി. അതുപോലെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഇപ്പോൾ 25-30 പേര് ഒരു സീനിൽ വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഒരു സീനിൽ 2 ദിവസം എടുക്കേണ്ടതായിരിക്കും. പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ അത് ഒരു ദിവസം കൊണ്ട് വേണമെങ്കിൽ എടുത്ത് തീർത്തുവിടാം. ഒരു ദിവസം നമുക്ക് ലാഭിക്കാം. അവരുടെ ഫുഡ് അങ്ങനെ എല്ലാം. അപ്പോൾ ശരിക്കും നമുക്ക് ഒരു ഡയറക്ടർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് ഭയങ്കരമായിട്ട് നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഇതിൽ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ റീനി ലൊക്കേഷനിൽ വരുന്നത്, അപ്പോൾ ആ ഒരു ഇത് കൂടെ എനിക്ക് എടുക്കേണ്ടി വന്നു. ഡയറക്ഷൻ ചെയ്യണം, അഭിനയിക്കണം, ഇതെല്ലാം ഭയങ്കര വെല്ലുവിളിയായിരുന്നു, സ്ട്രെയിൻ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഒരു അഭിനയം മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ കുറേ കൂടെ ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അല്ലെങ്കിൽ സംവിധാനം മാത്രമേ ഉള്ളെങ്കിൽ അതിന് മാത്രം നമുക്ക് നോക്കിയിരിക്കാമായിരുന്നു. ബട്ട് എല്ലാം ഞാൻ അതിനേക്കാൾ കൂടുതൽ എൻ്റെ കഴിവല്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ടീം പ്ലസ് എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാം കൊണ്ടാണ് ആ ഒരു രീതിയിലേക്ക് എത്തിയത്. പലർക്ക് പോലും സംശയമാണ് ഞാനാണോ സംവിധാനം ചെയ്തത്. എൻ്റെ ഒരു തമാശയ്ക്ക് പോലും ഇത് വേറെ ഭയങ്കര റേഞ്ചിൽ എത്തിയിട്ടുണ്ടല്ലോ. അത് തന്നെ ഒരു അവാർഡ് കിട്ടിയതിൻ്റെ ഒരു സന്തോഷം.